ഡെൻമാർക്ക് പോലുള്ള ചില രാജ്യങ്ങളെ മാതൃകയാക്കാമെന്നും പറയുന്നു. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ നികുതി, കൂടുതൽ സേവനം എന്നൊരു രീതിയാണ്. അതെങ്ങനെയാണ്? അതായത് പൗരന്മാർ നികുതി കൊടുക്കുന്നു, പക്ഷേ ആ പണത്തിനനുസരിച്ചുള്ള സേവനങ്ങൾ, നല്ല വിദ്യാഭ്യാസം, ആരോഗ്യം, മറ്റു സാമൂഹിക സുരക്ഷാ പദ്ധതികൾ അതൊക്കെ സർക്കാർ ഉറപ്പാക്കുന്നു. അപ്പോൾ ആളുകൾക്ക് രാജ്യം വിട്ടുപോകാൻ അത്ര വലിയ താൽപ്പര്യം കാണില്ല. അതുപോലുള്ള ചില കാര്യങ്ങൾ ഇന്ത്യയിലും നടപ്പാക്കാമെന്നാണ് നിർദ്ദേശം. ഉദാഹരണത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത്? ഒന്ന്, GST, അതായത് സാധനങ്ങളുടെ മേലുള്ള നികുതി, അത് കുറയ്ക്കുക. പ്രത്യേകിച്ച് സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ഒരു 0.5% പരിധിയിൽ നിർത്തുന്നത്. അത് ഈ ചെറിയ കച്ചവടക്കാർക്കും സാധാരണ കുടുംബങ്ങൾക്കും വലിയൊരു ആശ്വാസമാകും. പിന്നെ വിദ്യാഭ്യാസം. എല്ലാവർക്കും സൗജന്യമായി നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. ഡെൻമാർക്കിലൊക്കെ GDPയുടെ 7-8% വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ചെലവാക്കുന്നത്. ഇന്ത്യയിലത് 4.6% ആണ്. അവിടെ കിൻഡർഗാർട്ടൻ മുതൽ യൂണിവേഴ്സിറ്റി വരെ വിദ്യാഭ്യാസം ഫ്രീ ആണ്. അത് വലിയ കാര്യമാണ്. അതുപോലെ ആരോഗ്യ പരിരക്ഷ, എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ചികിത്സ. ഇന്ത്യ GDPയുടെ 1.3% മാത്രമാണ് ആരോഗ്യത്തിന് നീക്കിവെക്കുന്നത്. ഡെൻമാർക്കിൽ നികുതി പണം കൊണ്ട് സൗജന്യ ചികിത്സയാണ്. ഇന്ത്യ ആരോഗ്യത്തിനുള്ള ബഡ്ജറ്റ് ഒരു 3-4% ആക്കിയാൽ ചികിത്സ കാരണം കടക്കെണിയിലാവുന്നവരുടെ എണ്ണം കുറയ്ക്കാം. അതോടൊപ്പം ചെറിയ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ലോൺ കിട്ടാനുള്ള സൗകര്യം കൂട്ടുക, ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഇതൊക്കെ കൂടുതൽ തൊഴിലവസരങ്ങളുണ്ടാക്കും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ തന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം, ഒരു പ്രതീക്ഷ, അതൊക്കെ നൽകാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരം അപകടം പിടിച്ച യാത്രകൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയാണോ? അതെ, അതാണ് ഇതിലെ പ്രധാന ആശയം. അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരണം. ജനങ്ങൾക്ക് സ്വന്തം രാജ്യത്ത് തന്നെ ഒരു നല്ല ഭാവി ഉറപ്പാക്കാൻ കഴിയണം.